Hi guys, welcome to a new vlog and behind the scenes of my first ad film shoot. ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല, അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. So my first ad film was for the brand called River Indy, which is a scooter brand. ഈ ഷൂട്ട് നടന്നത് 2 ലൊക്കേഷനിലാണ്. ഓഗസ്റ്റിൽ 3 days in കൊച്ചി ആൻഡ് സെപ്റ്റംബറിൽ 1 day in ഹൈദരാബാദ്. So 13 ഓഗസ്റ്റിനായിരുന്നു എൻ്റെ ഫെമിന മിസ് ഇന്ത്യ ഫൈനൽ ഓഡിഷൻസ് ഇൻ മുംബൈ ആൻഡ് 14th I had to reach Fort Kochi for the shoot. അപ്പോൾ ഓഡിഷൻസ് ലേറ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് മിസ്സായി. എന്നിട്ട് രണ്ടാമത് ബുക്ക് ചെയ്തിട്ട് ഞാനൊരു ഉച്ചയൊക്കെ കഴിഞ്ഞാണ് എത്തിയത്. ആൻഡ് ഡയറക്റ്റ്ലി കാരവനിൽ പോയിട്ട് ലുക്ക് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ പോയി. ആക്ച്വലി ഏർലി മോർണിംഗ് എത്തി, ലുക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്ത് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വൈകുന്നേരം ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നേരെ ഷൂട്ടിന് പോയി. ബട്ട് എനിക്ക് ആകെ ഒരു പാസിംഗ് ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി ഫുഡ് കഴിച്ചു. ആൻഡ് നെക്സ്റ്റ് ഡേ എനിക്ക് ഈവനിങ് ആയിരുന്നു കോൾ ടൈം. ഇത് എല്ലാ ക്യാരക്ടേഴ്സും കൂടെ ഒരുമിച്ചൊരു ഷോട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇതാണ് ദിയ, ഈ ആഡ് ഫിലിമിലെ DJ ആണ്. ഷീസ് ഒറിജിനലി ഫ്രം കൊൽക്കത്ത ബട്ട് സെറ്റിൽഡ് ഇൻ മുംബൈ. ഇനേക മോഡലാണ്. നമ്മൾ കുറേ ചില്ല് ചെയ്തു ഷൂട്ട് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വി വെൻ ബാക്ക് ടു ദ ഹോട്ടൽ ആൻഡ് നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ ആക്ച്വൽ ഷൂട്ട് വന്ന്. ഫുൾ ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഹെയർ ചെയ്യാണ് ബിക്കോസ് ബ്രെയ്ഡ്സ് ആണ് എനിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായേ. കുറച്ച് പാടായിരുന്നു ചേച്ചിക്കത് ചെയ്യാൻ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് എൻ്റെ കഴുത്തിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് എന്നാലും സംഭവം റെഡിയായി. എന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയി. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒട്ടുക്കത്തെ വർത്താനാണ്, അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എന്നെ മേക്കപ്പ് ചെയ്യുന്നവരോട് എനിക്ക് തന്നെ ഭയങ്കര റെസ്പെക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ ലുക്ക് കാണിച്ചപ്പോൾ പറഞ്ഞു വാൾ ആർട്ടിസ്റ്റാണ്, കുറച്ച് ക്ഷീണിച്ചൊക്കെ ഇരിക്കണ പോലെ വേണം, ഇത്ര ലുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ പെയിൻറ്റ് തേച്ചു. ആൻഡ് ദിസ് ഈസ് എ ലൊക്കേഷൻ. എനിക്ക് തോന്നുന്നു ആ ഡേ ലൊക്കേഷനിൽ കൊച്ചിയിലെ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു. ചിലവർ അവിടെ വന്ന് നോക്കുക, ചിലവർ പാസ് ചെയ്യുമ്പം കാറ് നിർത്തിയിട്ട് നോക്കുക. ബട്ട് യൂഷ്വലി ഞാൻ അത്ര കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ബട്ട് ദ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം. എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്തു. പിന്നെ ഡയറക്ടർ ആണെങ്കിൽ അജ്മലായിരുന്നു. ഹി വാസ് സോ സപ്പോർട്ടീവ് ത്രൂ ഔട്ട് ദിസ് ജേർണി. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഒരു ആക്ടിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈച്ച് സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായത്. സോ ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഹിം. പിന്നെ മേക്കപ്പ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ, ഫുഡ് ടീം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ആയിരുന്നു. ആൻഡ് ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കൊച്ചിയിൽ. പിന്നെ ഈ ആഡ് ഫിലിമിൽ എങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് ഫെബിൻ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നോട് പറഞ്ഞതാ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പിക്ക് കണ്ടിട്ടാണ് അവർക്ക് ഇഷ്ടമായി. എന്നിട്ട് ആ പിക്ക് ഷൂട്ട് ചെയ്ത് ചേട്ടന് ത്രൂ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വാൾ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ക്യാരക്ടറും ഫീച്ചേഴ്സും എൻ്റെ ഒരു ഫീച്ചേഴ്സായി മാച്ച് ആയതുകൊണ്ടാവും എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കൊച്ചിയിൽ ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബ് വ്ളോഗ് ആക്കണം. സോ ഞാൻ മെമ്മറീസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതായതുകൊണ്ടാണ് ഇങ്ങനെ പോർട്രേറ്റിലുള്ളത്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. അങ്ങനെ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. പക്ഷേ ഞാൻ ഡയറക്റ്റ്ലി പയ്യന്നൂരേക്കല്ല പോയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ തിരുവല്ലയാണ് പോയത്. സോ അവിടുന്ന് ഡയറക്റ്റ്ലി വൈകുന്നേരം എറണാകുളത്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരുവല്ലയിലേക്ക് പോവുക ചെയ്ത ദേവൻ്റെ എൻഗേജ്മെൻറ്റിന്. പിന്നെ നെക്സ്റ്റ് ഷൂട്ട് ഹൈദരാബാദാണ്. അതൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നടന്നത് ബിക്കോസ് അവർക്ക് മുംബൈയിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. സോ തലേന്നൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്തു. 5th മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. 6th ഹൈദരാബാദിൽ ഷൂട്ട്. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാൻ ഇച്ചിരി പാടാണ്. ബട്ട് മോർണിംഗ് പേഴ്സൺ ആണോ ചോദിച്ചാൽ ഒന്ന് എണീച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ എണീച്ചു, ബെഡ് മേക്ക് ചെയ്തു, എന്നിട്ട് ചൂടുവെള്ളം കുടിച്ചു. മുഖം ഭയങ്കര പഫി ആയിരുന്നു. സോ ഐസിങ് ചെയ്തു. അപ്പുണ്ട് ഒരാൾ ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ കാലിൻ്റെ അടിയിൽ വന്ന് നിൽക്കുക. ബിക്കോസ് അവന് മനസ്സിലാവും ഞാൻ എവിടെയെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ക്ലിങ്ങി ആയിരിക്കും. അത് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചു. ഇതൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നൊന്നും ഈ വീഡിയോ തീരില്ല. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല. ഫേസ് വാഷ്, ടോണർ, സീരം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇനി എത്ര രാവിലെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാണ്ട് വിടില്ല എന്നെ. ബൂണ് ഭയങ്കര സാഡ് ആയിരുന്നു. ഇറങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു. പക്ഷേ കണ്ണൂർ എത്തുമ്പോഴത്തേക്കും വെളിച്ചം വന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താനായി. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി ഗൈസ്. ചെക്ക് ഇൻ ചെയ്തു. മുഖം ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ ഉള്ള പോലെ ആയതുകൊണ്ട് ഞാനൊന്ന് പോയി മേക്കപ്പ് ചെയ്തു. ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറി. നല്ല വ്യൂ ആയിരുന്നു. ഞാൻ കുറച്ച് നേരം ബുക്ക് വായിച്ചു. ഇത് ഡയറക്റ്റ് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് അല്ലായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു 1 or 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശന്ന് കണ്ണാണെന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ പോയിട്ട് സാൻഡ്വിച്ചും കോഫിയും വാങ്ങിച്ച് കഴിച്ചു.
സത്യം പറയാലോ സാൻഡ്വിച്ച് നല്ല ബോറായിരുന്നു. എനിക്കറിയില്ല, ഈ എയർപോർട്ടിൽ എല്ലാം ഓവർ പ്രൈസ്ഡും ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ പിന്നെ നല്ല പൈസ പൊട്ടിയോണ്ട് ഞാനതെങ്ങനെയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഈ തവണ എനിക്കൊന്നും ഓർവില്ല, ഞാൻ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നു. സൈഡ് സീറ്റ് തന്നെ ആയിരുന്നു. പിന്നെ എണീച്ചപ്പോഴത്തേക്കും എത്തി നമ്മൾ. ആക്ച്വലി ഹൈദരാബാദ് ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നതല്ല, കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സോളോ ആയിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ കാറ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ചേട്ടനായിരുന്നു. എൻ്റെ ലഗേജൊക്കെ എടുത്ത് വയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് പോയി. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ. റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. I have reached the room. You want a quick room tour? Let's see. There's nothing much fancy. Let's give you one. Let's order lunch. Hello, I want to order food. Yeah, is there Indian combo veg? Yeah. तो आप ये combo दे दो, बस combo ही. It's a pretty view. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ജ്യൂസ്, ലെമൺ ജ്യൂസ്. അമ്മ കാണുന്നുണ്ടെങ്കിൽ തണുപ്പ് ഐസ് വേണ്ട പറഞ്ഞത്. ബട്ട് ഐ വാണ്ട് സംതിങ് ടു ഡ്രിങ്ക് ആഫ്റ്റർ ഫുഡ് കഴിച്ചിട്ട്. കറി ഇവിടെ എൻ്റെ ഹൈദരാബാദ് ഫുഡിൻ്റെ ഹിസ്റ്ററി എടുത്താൽ ഇറ്റ്സ് നോട്ട് വെരി ഗുഡ്. പക്ഷെ ദിസ് വൺ ഇസ് സോ ടേസ്റ്റി. നാളത്തെ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ കാണാൻ ചിലപ്പോൾ ഇപ്പോൾ പോണ്ടി വരും. I've just brought one. കുറേ ഉറങ്ങി, കുറേ ഫോൺ നോക്കി. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ഹാവ് സംതിങ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഐ ഓർഡേർഡ് എ സാൻഡ്വിച്ച് ആൻഡ് എ കൂൾ കോഫി. So let's have it. Hi, so actually
എനിക്കൊന്ന് ലൊക്കേഷനിൽ പോകണം, നാളത്തെ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ, ടു ജസ്റ്റ് സീ, ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ടു ബി ഷോട്ട് ഇൻ ദ 13th floor or something on a billboard, because yeah, you will know. അപ്പോൾ അതൊന്ന് പോയി നോക്കണം, ബിക്കോസ് എനിക്ക് അഥവാ പേടിയാണെങ്കിൽ ഡ്യൂപ്പിനെ വെച്ചിട്ട് ചെയ്യിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അതൊന്ന് കാണാൻ ഇപ്പോൾ പെട്ടെന്ന് ഡയറക്ടറും AD-യും വരുന്നുണ്ട് പിക്ക് ചെയ്യാൻ. സോ വിൽ ബി ഗോയിങ് ടു ദാറ്റ് ലൊക്കേഷൻ ടു സീ. Yeah, so I'm just ready. Yeah, this is what I'm wearing. സോ ഈ ബിൽ ബോർഡ് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലാണ് എന്നെ ഹാങ് ചെയ്യാൻ പോകുന്നുണ്ടായേ. ഞാനത് 13th ഫ്ലോറിലായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കുമായിരുന്നു. ഏർലി മോർണിംഗ് ഷൂട്ട് ആയതുകൊണ്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്തു. അങ്ങനെ ഹെയർ ആൻഡ് മേക്കപ്പ് ഡൺ. ആൻഡ് ഞാൻ എൻ്റെ ക്യാരക്ടറായ വാൾ ആർട്ടിസ്റ്റിലേക്ക് മാറി. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്യായിരുന്നു. സാധനങ്ങളൊക്കെ മുകളിലത്തെ ഫ്ലോർ, അതായത് 13th ഫ്ലോറിലാണല്ലോ ഷൂട്ട്, അപ്പോൾ എല്ലാം മുകളിലേക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. That's where I'm gonna be hanged. But yeah, love the sky. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് അത്രയും ആ സമയത്ത് ഹിറ്റായിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്കായിരുന്നു തോന്നുന്നു പേടി. അത് ഡെമോ ആയിരുന്നു, സ്റ്റണ്ട് മാസ്റ്റർ ചെയ്ത് കാണിക്കുമായിരുന്നു. ഇനിയിപ്പം ഞാൻ അതുപോലെ മുകളിലേക്ക് പോവും. അങ്ങനെ മുകളിലെത്തി ഞാൻ
അങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ള ഷോട്ട്സ് കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്ടർ മുകളിലേക്ക് വരാൻ പോവാ, ബിക്കോസ് കുറച്ച് ക്ലോസ് ഷോട്ട്സ് ഉണ്ട്. അജ്മലിനെ അവർ റെഡിയാക്കുക. അതിൻ്റെ മുകളിലുള്ള ഷോട്ട്സൊക്കെ കഴിഞ്ഞു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാരവനിലേക്ക് പോയി ഞാൻ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അടുത്ത എൻ്റെ ഷോട്ട് പറയുന്നത് ഹൈദരാബാദിലെ റോഡ്സിലേക്കൂടെ ഈ സ്കൂട്ടർ ഓടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സെറ്റപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് അതും വേഗം തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായി. ഇതെൻ്റെ ആഡ് ഫിലിമിലെ വേറെ ഒരു ക്യാരക്ടറാണ്, ഫുഡ് വ്ളോഗർ. ഐ തിങ്ക് ക്ലിപ്സൊക്കെ ഒന്ന് നോക്കൂ അജ്മൽ. ആ ബ്രേക്കിൽ എനിക്ക് അവിടുത്തെ ചേട്ടൻ ആപ്പിൾ കൊണ്ട് തന്നു. ഞാൻ അത് കഴിഞ്ഞ പാടും ലഞ്ചായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് ഒരു ഫൈനൽ ഷോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് അതും കൂടെ എടുത്തു. അങ്ങനെ പാക്കപ്പായി ഗൈസ്. ആൻഡ് എന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് ഒരു ഡ്രൈവർ കൊണ്ടുവിടായിരുന്നു. The shoot went really well. I was not scared at all. I mean, there was the stunt team, stunt master, everyone to help me with the scene. They made sure that I was safe, comfortable, and the main thing is that I wasn't that scared, because I don't have any phobia for height and all. So yeah, that way I was safe. I was safe, and yeah, it went really well. I am having this severe headache since like after 11 a.m. I mean, after we completed the billboard shoot. So I'm a wall artist in this ad film. So yeah, in Kochi we did some scenes, and in Hyderabad I had the ending scene of this ad film. That is, yeah, I'm painting on the billboard that says Rise of the Hustlers, which is the theme of the entire ad film. So yeah, this was a very important scene, and yeah, everyone was very happy that it went really well, and I'm also really happy. Yeah, so let's remove this mess. I have to go take a bath, but then I don't have the nighties. Yeah, because I'm a wall artist and they wanted it to look natural. Yeah, I have to clean this. Yeah, they gave me turpentine, so I cleaned that as well. But I love my hair, how it looks. Bye bye, let me go take a shower. Hi guys, കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു പണിയുണ്ട്. ദിസ് ഇസ് ടർപ്പൻറ്റൈൻ. ഈ കയ്യിലത്തെ ഈ സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കണം. ഇതെനിക്ക് ഡ്രൈവർ ചേട്ടൻ തന്നതാണ്. ഡീസൽ, പെട്രോൾ ആൻഡ് ഈ സ്മെൽ. I like it. I don't know why, but I like it.
അപ്പോൾ എവിടെ എടുത്ത കുളിച്ച് ഫ്രഷായി. ഓക്കെ, maybe I'm just gonna watch something and just sleep for a little bit. If not sleep, at least കുറച്ചേരം കിടക്കാം. ബിക്കോസ് നാളെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. 4:30 പിക്കപ്പ് ചെയ്യാൻ വരും. സോ യപ്പ്, ദാറ്റ്സ് അപ്ഡേറ്റ്. രാത്രി ഡിന്നറിന് ഫുഡ് ഓർഡർ ചെയ്തു. ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദ് ബിരിയാണി കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ അതും കഴിച്ചു. ബൈ 505. Ta-da. We allow two pieces of cabin baggage with combined lifters.